സ്കെലറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ പാർട്ടായിട്ടുള്ള സെക്കൻഡ് പാർട്ടായിട്ട് ടിപ്പിക്കൽ വെർട്ടിബ്ര നമ്മൾ കഴിഞ്ഞ ഇതിലെ സെഷനിൽ കണ്ടു. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സെർവിക്കൽ വെർട്ടിബ്രയാണ്. അപ്പം ടിപ്പിക്കൽ വെർട്ടിബ്ര തൊറാസിക് വെർട്ടിബ്ര ആയിരുന്നു. യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്. അങ്ങനെയല്ല നമ്മൾ എടുത്തത്. ഒരു തൊറാസിക് വെർട്ടിബ്ര ആയിരുന്നു ടിപ്പിക്കലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഫ്രം ദ ഹെഡ്. അപ്പം സെർവിക്കൽ വെർട്ടിബ്ര നമ്മുടെ കഴുത്തിൻ്റെ വെർട്ടിബ്രയാണ് സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. തന്നെ കൗണ്ട് ഈസ് 8. കലോട്ടസ് വേഴ്സിക്കോളറിൻ്റെ കേസിൽ ആക്ച്വലി ഇറ്റ് ഈസ് 8 ഇൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ 8 എണ്ണമാണ് നമ്മൾ കണ്ടത്. 1 സെക്കൻഡ്, ഞാൻ പേനയൊന്ന് എടുത്തോട്ടെ. അപ്പം 8 എണ്ണം ഉള്ളത് അല്ലേ, 8 എണ്ണം ഉള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ആ 8 എണ്ണത്തിൽ ആദ്യത്തെ വെർട്ടിബ്രക്ക് നമ്മൾ പറയുന്ന പേരാണ് അറ്റ്ലസ് എന്നുള്ളത്. രണ്ടാമത്തേന് നമ്മൾ ആക്സിസ് എന്ന് പറയും. റിമൈനിങ് ആയിട്ടുള്ള 6 നമ്മൾ പേരൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. സെർവിക്കൽ വെർട്ടിബ്ര 3, 4, 5, 6, 7, 8 എന്ന് പറയുന്ന 6 സെർവിക്കൽ വെർട്ടിബ്ര ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 8 സെർവിക്കൽ വെർട്ടിബ്രയാണ് കലോട്ടസ് വേഴ്സിക്കോളറിൻ്റെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, അപ്പം സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് ജനറൽ ദേ ആർ സിമിലർ ടു ദി ട്രങ്ക് വെർട്ടിബ്ര ഇൻ ഇറ്റ്സ് ക്യാരക്ടേഴ്സ് എക്സെപ്റ്റ് ദ അറ്റ്ലസ് വെർട്ടിബ്ര. അറ്റ്ലസ് വെർട്ടിബ്രയുടെ ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഫസ്റ്റ് വെർട്ടിബ്രയാണ്, കാരണം അത് കണക്ട് ചെയ്തേക്കുന്നത് സ്കള്ളുമായിട്ടാണ്. അതുകൊണ്ട് ബാക്കിയുള്ള വെർട്ടിബ്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അറ്റ്ലസിന് കാണാം. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചറാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് കമ്പയറബിൾ ടു ദി ടിപ്പിക്കൽ വെർട്ടിബ്ര. ഓക്കെ, it will be comparatively shorter. Cervical vertebra എന്ന് പറയുന്നത് അതിൻ്റെ thickness എന്ന് പറയുന്നത് ഇറ്റ്സ് smaller. Okay, now the first and second vertebra is generally known as the atlas and axis. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, and they greatly vary from others. Now atlas vertebrയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ നമുക്ക് എന്താ റിംഗ് സ്ട്രക്ചർ ആയിട്ടുള്ള അല്ലെ, ഒരു നമ്മൾ മോതിരം പോലെയാണ് അറ്റ്ലസ് വെർട്ടിബ്രയെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അറ്റ്ലസ് വെർട്ടിബ്ര ഫോം ചെയ്തേക്കുന്നത് 3 പീസ് കൊണ്ടാണ്. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇതാണ് ഒരു പീസ് എന്ന് പറയുന്നത്, അതാണ് വെൻട്രൽ പീസ്. ഓക്കെ, പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ബ്രാഞ്ച് അല്ലേ, ഈ പോർഷൻസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡോർസോലാറ്ററൽ 1. ആൻഡ് ഇവിടുന്ന് അതുപോലെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ദി ഡോർസോലാറ്ററൽ 2. അങ്ങനെ 3 പീസ് ചേർന്നിട്ടാണ് അറ്റ്ലസ് വെർട്ടിബ്ര ഉണ്ടായിരിക്കുന്നത്. വെൻട്രൽ പീസ് ഉണ്ട്, 2 ഡോർസോലാറ്ററൽ പീസസ് ഉണ്ട്. ഇനി ഈ 2 ഡോർസോലാറ്ററൽ പീസസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നടുക്ക് ഇവിടെ ഒരു പീസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ്സ് ആക്ച്വലി എ ലിഗമെന്റ്. ഓക്കെ, ഇപ്പം ട്രാൻസ്ഫേഴ്സ് ലിഗമെന്റ് കൊണ്ടാണ് 2 ഡോർസോലാറ്ററൽ പീസസ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയാണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന അറ്റ്ലസ് വെർട്ടിബ്രയുടെ. ഇനി ഈ ഡോർസോലാറ്ററൽ പീസസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലിഗമെന്റ് വരുന്നതോട് കൂടിയിട്ട് ഈ 3 പീസും ഉൾക്കൊള്ളിച്ചേക്കുന്ന ഈ ഇന്നർ ക്യാവിറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ ക്യാവിറ്റി ഇതാണ്, രണ്ടാമത്തെ ക്യാവിറ്റി ഇതാണ്. ഈ ഒന്നാമത്തെ ക്യാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നോൺ ആസ് ദി സ്പൈനൽ കനാൽ, നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, സ്പൈനൽ കനാലാണ് ഫോർ ദ പാസേജ് ഓഫ് സ്പൈൻ. ഇനി ഇവിടെ രണ്ടാമത്തെ ക്യാവിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒഡൻഡോയിഡ് കനാൽ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് ശേഷം പഠിക്കുന്ന ആക്സസ് വെർട്ടിബ്രയുടെ കേസിൽ യു ക്യാൻ സി എൻ ഒഡൻഡോയിഡ് പ്രോസസ്. സെൻട്രത്തിൽ നിന്ന് ഒരു ഒഡൻഡോയിഡ് പ്രോസസ്സ് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒഡൻഡോയിഡ് പ്രോസസ്സിനെ എൻക്ലോസ് ചെയ്യാനുള്ള കനാലാണ് ഈ ഒഡൻഡോയിഡ് കനാൽ എന്ന് പറയുന്നത്. അപ്പം ഈ റിങ് എന്ത് ചെയ്യുന്നു, താഴെയുള്ള അറ്റ്ലസ് ആക്സസ് വെർട്ടിബ്രയുടെ ഒഡൻഡോയിഡ് പ്രോസസ്സിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക. മറ്റേന്ന് ഒറിജിനലി സ്പൈനൽ കോഡ് വരുന്നു. നൗ അതിന് പുറമെ യു ക്യാൻ ഫൈൻഡ് ആർട്ടിക്കുലാർ ഫേസറ്റ്സ്. നമുക്ക് ആൻറ്റീരിയർ ഫേസ് ഇതിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആർട്ടിക്കുലാർ ഫേസറ്റ്സ് ആൻറ്റീരിയർ സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പോസ്റ്റീരിയർ സൈഡിൽ കാണേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്, ഒഡൻഡോയിഡ് പ്രോസസ്സ് ഒഡൻഡോയിഡ് കനാലിലേക്ക് എൻക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം ആൻറ്റീരിയർ സൈഡിലുള്ള ആൻറ്റീരിയർ ഫേസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മീൻ ഫോർ കണക്ടിങ് ടു ദി ഓക്സിപിറ്റൽ കൊണ്ടൈൽ ഓഫ് ദ സ്കൾ. നമ്മുടെ സ്കള്ളിൻ്റെ ഓക്സിപിറ്റൽ കൊണ്ടൈലുണ്ടല്ലോ, ഓക്സിപിറ്റൽ കൊണ്ടൈലിലേക്ക് കണക്ട് ചെയ്യുന്ന ആൻറ്റീരിയർ ഫേസറ്റ്സ് ഉണ്ട്, ആർട്ടിക്കുലാർ ഫേസസ് ഉണ്ട് ആൻറ്റീരിയർ സർഫേസിൽ ഇതിൻ്റെ കേസിൽ, അറ്റ്ലസിൻ്റെ കേസിൽ. ഓക്കെ, ഓക്സിപിറ്റൽ കൊണ്ടൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു. ട്രാൻസ്വേഴ്സ് ലിഗമെന്റിന്റെ കേസ് പറഞ്ഞു,
ആൻഡ് ലിഗമെന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ കനാലിന് പറയുന്ന പേര് സ്പൈനൽ കനാൽ ഫോർ ദ സ്പൈനൽ കോഡ് പാസേജ്, ആൻഡ് ലോവർ കനാൽ ഈസ് നോൺ ആസ് ദി ഒഡൻഡോയിഡ് കനാൽ ഫോർ articulation of the odontoid process of the upcoming axis vertebra. Okay, that's about atlas vertebra. Now coming to the second cervical vertebra, that is known as the axis vertebra. Axis vertebra എന്ന് പറയുന്നത്, okay, you can find here, അതിന് നേരത്തെ നമ്മൾ എന്താ കണ്ടത്, കൃത്യമായിട്ട് അല്ലേ, ആക്സിസ് അറ്റ്ലസ് വെർട്ടിബ്രയുടെ കേസിലാണെങ്കിൽ there is no definite centrum അല്ലേ, there is no definite neural spine, there is no transverse process from the neural arch, okay, not from the this particular thing, and also zygapophysis is absent. നമ്മൾ പറഞ്ഞു എന്താണ്, മുകളിലേക്ക് സ്കള്ളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്, ആർട്ടിക്കുലർ ഫേസസ് ഉണ്ട്. അപ്പം അതിന് മുമ്പേ എന്തില്ല, ഫസ്റ്റ് വെർട്ടിബ്രാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രീ സൈഗാപ്പോഫൈസിന്റെ ആവശ്യമില്ല. പ്രീ സൈഗാപ്പോഫൈസിസ് എന്തിനു ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞത്, ഇൻ ഓർഡർ ടു കണക്ട് ഓർ ആർട്ടിക്കുലേറ്റ് വിത്ത് ദി പ്രീ വെർട്ടിബ്രി ആണ് അല്ലെ, അതിന് മുമ്പേ ഉള്ള വെർട്ടിബ്രി ആയിട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ അറ്റ്ലസിന്റെ കേസിൽ അതിന് മുമ്പേ ഒരു വെർട്ടിബ്രി ഇല്ല, സോ അതുകൊണ്ട് പ്രീ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് ഇല്ലാത്തത്? അറ്റ്ലസ് പോസ്റ്റീരിയർ സൈഡിലുള്ള വെർട്ടിബ്രയായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, ആക്സിസുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഒഡൻഡോയിഡ് പ്രോസസ്സ് വഴിയാണ്. ഒഡൻഡോയിഡിനെ ഉൾക്കൊള്ളാനുള്ള ഒഡൻഡോയിഡ് കനാലാണുള്ളത്. അതുകൊണ്ട് സൈഗാപ്പോഫൈസിസ് ആബ്സെന്റ് ആണ് കംപ്ലീറ്റ്ലി. ഓക്കെ, ന്യൂറൽ ആർച്ചിന്റെ കേസിലുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സും ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേസമയം നമ്മൾ ആക്സിസിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഡെഫിനിറ്റ് ഓൾ കമ്പോണൻസ്. ഓക്കെ, ഇതിനൊരു കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെൻട്രം ഉണ്ട്, prominent ആയിട്ടുള്ള ന്യൂറൽ സ്പൈൻ ഉണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ന്യൂറൽ കനാൽ ഈസ് ദർ, ന്യൂറൽ ആർച്ച് ഈസ് ദർ, ആൻഡ് പ്രൊജക്റ്റിംഗ് പ്രീ ആൻഡ് പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് ഉണ്ട്. ഓക്കെ, പ്രീ ആൻഡ് പോസ്റ്റ് സൈഗാപ്പോഫൈസിസ്, and a short and peg like a conical process of the centrum called odontoid process. ഞാൻ പറഞ്ഞു odontoid process എൻക്ലോസ് ചെയ്യുന്ന കനാലാണ് odontoid കനാൽ എന്ന് പറയുന്നത്. അതേസമയം ന്യൂറൽ ആർച്ച് എന്നുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ആബ്സെന്റ് ആണ്, ബട്ട് പ്രീ ആൻഡ് പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് ഈസ് ദർ. ഓക്കെ, നൗ ഇതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാറ്ററൽ വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ദി ഡോർസൽ സൈഡ് ആൻഡ് ദിസ് ഈസ് ദി വെൻട്രൽ സൈഡ്, ആൻഡ് ദിസ് ഈസ് ദി ആൻറ്റീരിയർ സൈഡ് ആൻഡ് ദിസ് ഈസ് ദി പോസ്റ്റീരിയർ സൈഡ്. അപ്പം പ്രീ സൈഗാപ്പോഫൈസിസ് എന്ന് വെച്ചാൽ തേർഡ് സെർവിക്കൽ വെർട്ടിബ്രി ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രീ സൈഗാപ്പോഫൈസിസ് ഓഫ് ദി ആക്സിസ് എന്ന് പറയുന്നത്. പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ആർട്ടിക്കുലേറ്റിംഗ് വിത്ത് ദി ആക്സിസ് അറ്റ്ലസ് വെർട്ടിബ്ര. കാരണം ഇത് അറ്റ്ലസ് വെർട്ടിബ്ര എന്തുമായിട്ടാണ്, ഒഡൻറ്റോയിഡ് പ്രോസസ്സുമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രീ ആണ്, ആൻറ്റീരിയർ സൈഡ്, ദിസ് ഈസ് ദി ആൻറ്റീരിയർ സൈഡ് ആൻഡ് ദിസ് ഈസ് ദി പോസ്റ്റീരിയർ സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയെന്ന് സംശയമുണ്ട്. അപ്പം ദിസ് ഈസ് പോസ്റ്റ് എന്ന് കാണുന്നത് എപ്പോഴും പോസ്റ്റീരിയർ സൈഡ് ആയിരിക്കും, പ്രീ എന്ന് കാണുന്നത് ആൻറ്റീരിയർ സൈഡ് ആയിരിക്കും. ഓക്കെ, സോ പോസ്റ്റീരിയർ സൈഗാപ്പോഫൈസിസിൽ പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് ഈസ് കണക്റ്റഡ് വിത്ത് തേർഡ് cervical vertebra, and pre-zygapophysis is usually connected to the atlas, but അതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആർട്ടിക്കുലേഷനിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. കാരണം ഇത് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ലിഗമെൻറ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇത് ലിങ്ക് ആയിട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ആ റിങ്ങിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു, റിങ്ങിൻ്റെ ഈ രണ്ട് പോർഷൻസ് നമ്മൾ കണ്ടു. ഈ രണ്ട് പോർഷൻസിലേക്ക് എൻക്ലോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും പ്രീ സൈഗാപ്പോഫൈസിസ് ഉണ്ടാവുക. നൗ ഒഡൻറ്റോയിഡ് പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒഡൻറ്റോയിഡ് പ്രോസസ്സ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ താഴെയുള്ള ഒഡൻറ്റോയിഡ് കനാലിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ പോർഷനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കിടക്കുന്ന, അറ്റ്ലസിൻ്റെ ഈ പോർഷനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കിടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര് ഒഡൻറ്റോയിഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്, സെൻട്രത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നൗ ഇത് കൂടാതെ യു ക്യാൻ ഫൈൻഡ് വെൻട്രൽ സ്പൈൻ ഇസ് ദർ, നമ്മൾ നേരത്തെ കണ്ട ഹീമൽ സ്പൈൻ ഇസ് ദർ. അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൂടെ ഉണ്ട് ഇവിടെ, ഹൈപ്പോപ്പോഫൈസിസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മൾ നോർമലി ടിപ്പിക്കൽ വെർട്ടിബ്രയിൽ പഠിക്കാത്ത ഒരു സംഗതിയായിരുന്നു അത്. സോ ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രൊജക്ഷൻ ഈസ് ഓൾസോ ദർ ഇൻ കേസ് ഓഫ് ദി ആക്സിസ്. അപ്പോൾ ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദി ആക്സിസ് ആൻഡ് ഓൾ റിമൈനിങ് സെർവിക്കൽ വെർട്ടിബ്ര, അത് സെർവിക്കൽ വെർട്ടിബ്ര എല്ലാ സെർവിക്കൽ വെർട്ടിബ്രയിലും നമുക്ക് ഈ ഹൈപ്പോപ്പോഫൈസിസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദ ബോഡി നൊഡ്യൂൾ ഈസ് നോൺ ആസ് ദി ഇന്റർസെൻട്രം ഓർ ദി ഹൈപ്പോപ്പോഫൈസിസ്. ഓക്കെ, ഹൈപ്പോപ്പോഫൈസിസിന്റെ വേറൊരു പേരാണ് ഇന്റർസെൻട്രം എന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ആക്സിസ് വെർട്ടിബ്ര. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് സേക്രൽ വെർട്ടിബ്രയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. സോ
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫിഗേഴ്സ് വെച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് വരക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പം നമ്മൾ ഈ അറ്റ്ലസ് വെർട്ടിബ്ര, ആക്സിസ് വെർട്ടിബ്ര എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ എല്ലാ ടൈപ്പ് സ്റ്റഡിയിലും സ്കെലിറ്റൽ സിസ്റ്റം വരുന്ന പോർഷനിൽ എല്ലാറ്റിൻ്റെയും ആക്സിസ്, അറ്റ്ലസ് വെർട്ടിബ്ര, ടിപ്പിക്കൽ വെർട്ടിബ്ര, ഇത് 3 നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് വരുന്നതാണ്. ഓക്കെ, നമ്മൾ വരക്കുന്നത് ആദ്യം മുകളിൽ വരച്ചു തുടങ്ങുക, ഉള്ളിലേക്ക് എടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഇതിൻ്റെ സർഫേസ് വരക്കുക. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരച്ചു പോവാണ് വേണ്ടത്. ഓക്കെ, അപ്പം അതിൽ പ്രീ സൈഗാപ്പോഫൈസിസ് വരക്കുക. അതിനുശേഷം പോസ്റ്റ് സൈഗാപ്പോഫൈസിസിന് ശേഷം വി ഹാവ് ടു ഡ്രോ ദി ഒഡൻഡോയിഡ് പ്രോസസ്. ഓക്കെ, അപ്പം അങ്ങനെ ഓരോന്നായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വരച്ചു പോകുന്നതാണ് ഇതിൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ. അങ്ങനെ വരച്ച് പഠിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.